ഹായ്. അപ്പോൾ നമുക്കൊന്ന് നാട്ടിൽ പോയിട്ട് ഞങ്ങളുടെ വേലയൊക്കെ ഒന്ന് കണ്ടാലോ. ഇതുവരെ പാലക്കാടൻ വേല കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ, എൻ്റെ നാട്, അതായത് എൻ്റെ സ്വന്തം നാട് പാലക്കാടാണ്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരിക്കുന്ന മഞ്ചേരി. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് മഞ്ചേരിക്കാണ്. അപ്പോൾ ഞങ്ങൾ വേല, താലപ്പൊലി, വിഷു ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളൂ, കുറച്ച് ലോങ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പാലക്കാട്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കാവിലെ വേലയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തലേ ദിവസം കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ കുട്ടേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് പോവാറ്. അപൂർവമായിട്ട് മാത്രം ഞങ്ങൾ പകല് സമയത്ത് വീട്ടിലേക്ക് പോകുള്ളൂ. അങ്ങനെ ഒരു ദിവസമാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങൾ വേഗം 3-3:30 ആയ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു ഹർത്താൽ ബന്ധമുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് റോഡ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഞങ്ങളുടെ കസിൻ ഒരാളുടെ കൂടി ഞങ്ങൾക്ക് അവിടുന്ന് കയറ്റുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ പോകുന്നത് അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവരുടെ വീട് മലപ്പുറമാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഇപ്പം ഞങ്ങൾ മലപ്പുറത്തെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലാണ് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് നേരം അടുത്തിരിക്കുക. അപ്പോഴാണ് പല പല ഡിസ്കഷന് നമുക്കിടയിൽ വരുന്നത്. മുഖം ഭയങ്കര കുട്ടിയിട്ട പോലെ ഉണ്ടോ? അതാ സൂര്യ. വീട്ടിക്ക് പോകുമ്പോഴേ നല്ല രസാലേ. പ്രത്യേകിച്ച് ഭാര്യ വീട് കുറച്ച് ദൂരെ ആയി കഴിഞ്ഞാൽ നല്ല രസല്ലേ കുട്ടേട്ടാ? രസല്ലേ? സ്വത്ത് ഇഷ്ടല്ലടാ കോങ്ങോട് വരുന്നത്? ഇഷ്ടൊക്കെയാണ്. അപ്പൊ അതിലെന്തോ നായ്ക്കുട്ടി കൊണ്ടുവരുന്നത്. നായ്ക്കുട്ടി നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. ഇനി പുതിയതൊന്നിനും കൊണ്ടുവരൊന്നും വേണ്ട. നമുക്ക് വീട് വെച്ചിട്ട് കേട്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കൂടുതലായിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ബോറായിരിക്കും. കാരണം നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു ടൈമല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറയുക, എങ്ങനെയാണ് പറയാമെന്നൊന്നും നമ്മൾ ഇതുപോലെ സ്ക്രിപ്റ്റഡ് ഒന്നല്ലല്ലോ. അപ്പോൾ അത് ആ നാച്ചുറലായിട്ട് വരുന്ന ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പം അങ്ങാടിപ്പുറം എത്തി. അങ്ങാടിപ്പുറത്തുനിന്ന് പിന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൂത പാലം പണി നടക്കുകയാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നന്നായിരിക്കും. മലപ്പുറത്ത് പാലക്കാടേക്ക് കാലെടുത്ത് വെച്ചതും വേലകൾ കാണാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിൽ വേലയൊക്കെ എങ്ങനെയാണ്, നമുക്കിങ്ങനെ കാളകളും പെട്ടി വേഷങ്ങളും ഇതേപോലെ വേഷങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഡോൾ ഉണ്ടാവും, പറയുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇന്ന് അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുപ്പളശ്ശേരി ഒരു അമ്പലത്തിൽ വേലയുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള കാഴ്ചകളാണ് ഈ പോകുന്നത് കേട്ടോ. ചില സ്ഥലത്തൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പൊന്നോട്ടിൻ്റെ കുഞ്ഞാവി അന്തം വിട്ട് ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ്. ആ കാളേൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കൂ. ആ തൊട്ടടുത്ത വണ്ടിയിൽ കാണുന്നതേ ആ കാളയുടെ കൊമ്പാണ് കേട്ടോ. ആ കൊമ്പ് ഊരി വെച്ചിട്ടുണ്ട്, കാരണം ഈ ഇലക്ട്രിക് ലൈനിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ആ കൊമ്പ് അതിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും വലുപ്പത്തിലാണ് ആ കാള ഉണ്ടാവുക. ഞങ്ങളുടെ വേലേൻ്റെ തലേ ദിവസമാണ് ചെറുപ്പളശ്ശേരി ഒരു കാവിൽ വേല. സാധാരണഗതിയിൽ ഞങ്ങൾ മണ്ണാർക്കാട് വഴിയാണ് പോവാറ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കസിനെ വിളിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെരിന്തമണ്ണ വഴി വന്നത്. അതെനിക്കൊരു ബോണസ് കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് കാണാനും എനിക്കും കാണിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ 2 പാർട്ടായിട്ടാണ് അത് ഇടുന്നത്, കാരണം കുറേ ലോങ് ആയിരിക്കും. ഇനിയുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ടാവും. കാരണം അടുത്ത വീഡിയോയിലാണ് എന്തെല്ലാം വേഷങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്, ഞങ്ങളുടെ നാട്ടിലെ വേല എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി